ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അലസീന പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൽ പറയുന്നത് ഈ ബിസിനസ് സൈക്കിളിൽ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അവർക്ക് ഇലക്ട്രൽ അഡ്വാൻറ്റേജ്, അത് കൂടുതൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പോളിസികൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു, എങ്ങനെ വളച്ചൊടിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അലസീന പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ. The Alesina political business cycle refers to a theory developed by economist Alberto Alesina. അതുകൊണ്ടാണ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ അലസീന പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഗവൺമെന്റ്സ് മേ മാനിപ്പുലേറ്റ് എക്കണോമിക് പോളിസി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എന്താണ് ഈ എക്കണോമിക് പോളിസി ഗവൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഫോർ ഇലക്ട്രൽ അഡ്വാൻറ്റേജ്, കൂടുതൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ബട്ട് വിത്ത് എ ഫോക്കസ് ഓൺ എക്സ്പെക്ടേഷൻ ആൻഡ് ക്രെഡിബിലിറ്റി, അതൊരു വിശ്വാസത കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രതീക്ഷകളൊക്കെ കൊടുത്തിട്ടാണ് ഈ പോളിസികൾ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. റാദർ ദാൻ ജസ്റ്റ് ഷോർട്ട് ടൈം സ്റ്റിമുലസ്, അതായത് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഉത്തേജനം കൊടുക്കുക, ആ പോളിസികൾക്ക് ഒരു ഉദ്ദീപനം കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കൊടുക്കുന്നതിന് പകരം ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓവർവ്യൂ നോക്കാം. ഓവർവ്യൂ ഓഫ് അലസീനാസ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്, അൺലൈക്ക് ഏർലിയർ മോഡൽസ്, അതായത് മുന്നത്തെ മോഡൽ ഏതുപോലെയുള്ള നോർദേഴ്സ് മോഡൽ പോലുള്ള മോഡലുകൾ. ഈ നോർദേഴ്സ് മോഡൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇട്ടേക്കാൻ, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, ആ നോർദേഴ്സ് മോഡൽ അസ്യൂം ചെയ്യുന്നത് വോട്ടേഴ്സ് ആർ നെയ്വ്, അതായത് നിഷ്കളങ്കരായ വോട്ടേഴ്സ് ആണെന്നാണ് ആ തിയറി, നോർദേഴ്സ് തിയറി പറയുന്നത്. ആൻഡ് റിയാക്ട് ഓൺലി ടു കറണ്ട് എക്കണോമിക് കണ്ടീഷൻസുമായിട്ടാണ്, പ്രസന്റിലുള്ള സാമ്പത്തിക വ്യവസ്ഥയുമായിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അലസീനാസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ റാഷണൽ എക്സ്പെക്ടേഷൻ. എന്നാൽ അലസീനാസ് മോഡൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യുക്തിപരമായി എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ മോഡൽ പറയുന്നത്. മീനിങ് വോട്ടേഴ്സ് ആൻറ്റിസിപ്പേറ്റ് മാനിപ്പുലേഷൻ ആൻഡ് അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ അക്കോർഡിംഗ്ലി. അതായത് ഗവൺമെന്റ് ഇപ്പോൾ അവരുടെ പോളിസി മാനിപ്പുലേറ്റ് ചെയ്യും, അപ്പോൾ അവരുടെ ആ ഒരു തന്ത്രത്തിൽ വീഴാതെ അവർ അതിനനുസരിച്ചുള്ള കൺസംഷനും ഒക്കെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തും. അവർ അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. ഇതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇനി നമുക്കിതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് അലസീനാസ് തിയറി. അതിൽ ഒന്നാമത്തത് റാഷണൽ വോട്ടേഴ്സ് ആണ്, യുക്തിപരമായി ചിന്തിക്കുന്ന വോട്ടേഴ്സ് ആണ്. വോട്ടേഴ്സ് ആർ നോട്ട് ഈസിലി ഫൂൾഡ്, പെട്ടെന്ന് ഗവൺമെന്റ് അവരെ പറ്റിക്കാൻ കഴിയില്ല. ദേ എക്സ്പെക്ട് പ്രീ ഇലക്ഷൻ മാനിപ്പുലേഷൻ, ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു മാനിപ്പുലേഷൻ, ഒരു തന്ത്രം അവർ പ്രയോഗിക്കും എന്ന് ഇവർക്കറിയാം. സച്ച് ആസ് ടാക്സ് കട്ട്, പെട്ടെന്ന് ടാക്സ് അങ്ങ് കുറയ്ക്കും. ഓർ സ്പെൻഡിങ് ഇൻക്രീസ്, അതായത് കൂടുതൽ ഹോസ്പിറ്റലുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്ങുകൾ വർദ്ധിപ്പിച്ച് റോഡ് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. ആൻഡ് ഫാക്ടർ ദിസ് ഇൻ ടു ദെയർ വോട്ടിംഗ് ഡിസിഷൻ. അവർക്കറിയാം ഇത് വോട്ടിംഗ് ഡിസിഷനിലേക്ക് ആൾക്കാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അവർക്കറിയാം. അതാണ് ഈ തിയറി പറയുന്നത്. അടുത്തത് പോളിസി ഡിസ്ക്രിഷൻ ആൻഡ് ക്രെഡിബിലിറ്റി. ആ പോളിസിയുടെ ആ ഒരു പല പല തരത്തിലുള്ള വകഭേദങ്ങളും ആ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് ഡിഫറെന്റ് പോളിസി പ്രിഫറൻസസ്. പല പല പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പല പല രാഷ്ട്രീയപരമായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ടാവും അവർക്ക്. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം മാത്രമാണ് ലെഫ്റ്റ് ലീനിങ് പാർട്ടീസ്, അതായത് ഇടതുപക്ഷത്തുള്ള പാർട്ടികൾക്ക് മേ ഫേവർ മോർ പബ്ലിക് സ്പെൻഡിങ്, അവർ കൂടുതൽ പബ്ലിക് സ്പെൻഡിങ്ങിന് ഫേവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണം. ഓക്കെ, അടുത്തത് വോട്ടേഴ്സ് ചൂസ് പാർട്ടീസ് നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ കറണ്ട് കണ്ടീഷൻ. ഇപ്പോഴത്തെ ടാക്സ് കുറച്ചത് കൊണ്ട് എല്ലാവരും കയറി വോട്ട് ചെയ്യും, അങ്ങനെ ഒരു കറണ്ട് കണ്ടീഷനെ വെച്ചല്ല ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. ബട്ട് ആൾസോ ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് ലോങ് ടേം പോളിസി ഡയറക്ഷൻ, അതായത് ലോങ് ടേം ആയിട്ട് ദീർഘവീക്ഷണത്തോടെ അവർ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് അതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. അടുത്തത് ഇലക്ഷൻസ് ആൻഡ് പോളിസി സ്വിച്ചിങ് ആണ്. അത് ഒരു പോളിസിയിൽ നിന്ന് അടുത്ത പോളിസിയിലേക്കുള്ള മാറ്റം. ഇലക്ഷൻസ് മേ കോസ് എ ഷിഫ്റ്റ് ഇൻ പോളിസി റെജീംസ്. അല്ല, മനസ്സിലായില്ലേ? അതായത് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടാവും, അത് ഭരണവ്യവസ്ഥ ഒന്ന് മാറും, അവരുടെ രീതികളൊക്കെ ഒന്ന് മാറും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ന്യൂ ഗവൺമെന്റ് വിത്ത് ഡിഫറെന്റ് പ്രിഫറൻസസ് കംസ് ടു പവർ, ഒരു പുതിയൊരു ഗവൺമെന്റ് പവറിലേക്ക്, അധികാരത്തിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഇറ്റ് മേ ചേഞ്ച് ഇൻഫ്ലേഷൻ. അപ്പോൾ അവിടെ പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ടാർഗറ്റുകൾ, ഇൻഫ്ലേഷൻ ടാർഗറ്റുകൾ വെക്കും. ഓർ ഫിസ്ക്കൽ സ്ട്രാറ്റജീസ് ഒക്കെ അവർ കൊണ്ടുവരും. ഓക്കെ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അടുത്തത് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഫ്രം പോളിസി അൺസർട്ടനിറ്റി ആണ്. അതായത് ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസിക്ക് സ്ഥിരത ഇല്ലാത്തത് മൂലം ഒരു എക്കണോമിക് ഫ്ലക്ച്വേഷൻസ്, അതായത് ഒരു സൈക്കിൾ ഉണ്ടാവും. അത് പണപ്പെരുപ്പം, പണച്ചുരുക്കം, അങ്ങനെ ഒരു, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കുറയുന്നു, അങ്ങനെ ഒരു ചില പ്രശ്നങ്ങൾ എക്കണോമിക്ക് ഉണ്ടാവും. അത് ദ എക്കണോമി മേ എക്സ്പീരിയൻസ് ഫ്ലക്ച്വേഷൻസ് നോട്ട് ബിക്കോസ് ഓഫ് എക്കണോമിക് ഫണ്ടമെന്റൽസ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, പിന്നെ എന്താണ് അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, ആ ഒരു ഫണ്ടമെന്റൽസ് കൊണ്ടല്ല, ഈ പോളിസിയുടെ ഒരു ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ്, ഒരു അൺസർട്ടനിറ്റി കൊണ്ടാണ് ഈ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. ബട്ട് ഡ്യൂ ടു അൺസർട്ടനിറ്റി അബൌട്ട്
പോസ്റ്റ് ഇലക്ഷൻ പോളിസീസ്, ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവർ കൊണ്ടുവരുന്ന ആ ഒരു പോളിസിയുടെ അൺസർട്ടനിറ്റി കൊണ്ടാണ് ഇങ്ങനെ ഒരു എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നത്. ദിസ് ലീഡ്സ് ടു എ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുന്നത്? അപ്പോൾ ഇങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുന്നത് ഈവൻ വെൻ വോട്ടേഴ്സ് ആർ റാഷണൽ. അതായത് വോട്ടേഴ്സ് റാഷണലായിട്ട് ചിന്തിച്ചാൽ കൂടി, യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ കൂടി ഇങ്ങനൊരു സൈക്കിൾ ഉണ്ടാകും എന്ന് ഈ തിയറി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റു കാര്യങ്ങൾ, ഇതിൽ ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ, ഇംപ്ലിക്കേഷൻസ് ഓഫ് അലസീനാസ് തിയറി. അല്ലോ ആദ്യത്തേത്, പൊളിറ്റിക്കൽ സൈക്കിൾസ് ക്യാൻ സ്റ്റിൽ ഒക്കർ ഈവൻ ഇഫ് വോട്ടേഴ്സ് ആർ ഫുള്ളി റാഷണൽ. എല്ലാ വോട്ടേഴ്സും യുക്തിപരമായിട്ട് ചിന്തിച്ചാലും പൊളിറ്റിക്കൽ സൈക്കിൾസ് ഉണ്ടാകാം. ഓക്കെ, അതായത് ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം ഫൂളിംഗ് വോട്ടേഴ്സ് ടു സ്ട്രക്ചറൽ ചേഞ്ചസ്. അതായത് വോട്ടേഴ്സിനെ ഫൂള് ചെയ്യുന്നതിൽ നിന്ന് ഘടനാപരമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു എക്കോണമിയുടെ ഘടനാപരമായ മാറ്റങ്ങളിലേക്ക് ഇവരുടെ ഷിഫ്റ്റ് ഫോക്കസ് മാറുകയാണ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ വിച്ച് പാർട്ടി ഈസ് ഇൻ പവർ. ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതനുസരിച്ച്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ വോട്ടേഴ്സിനെ ഫൂള് ചെയ്യുകയാണ്, എന്നാലും നമ്മൾ അറ്റ് ദ എൻഡ് നോക്കുമ്പോഴത്തേക്ക് എന്താണ് അത് സ്ട്രക്ചറൽ ചേഞ്ചസിലേക്ക്, രാജ്യത്തിന് നല്ല ഒരു അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നല്ലൊരു പുരോഗതിയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റെബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് സെൻട്രൽ ബാങ്ക് പോലെയുള്ള ഇൻഡിപെൻഡന്റ് സെൻട്രൽ ബാങ്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ ഒരു വിശ്വാസ്യതയും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയും കാരണം ക്യാൻ ഹെൽപ്പ് റിഡ്യൂസ് പൊളിറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് ഫ്ലക്ച്വേഷൻസ്. ഈ ഇതേപോലെയുള്ള പൊളിറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലക്ച്വേഷൻസ്, എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഇവരുടെ ഒരു ഇടപെടൽ കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും, അത് റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.